The big fishy! Look! Oh wow! Yeah. Tighter! Faster! 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 Come on! Come on! Whoa! ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഫിഷിങ്ങിനെ കുറിച്ചാണ്. ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലെ ബക്സ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു ഫിഷിംഗ് ഫാം ഉണ്ട്. മെയിനായിട്ടും സാൽമണും ട്രൗട്ടും ആണ് ഇവിടെ ഉള്ളത്. ചെറിയ ചെറിയ പോണ്ടുകളിലായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഫിഷുകൾ ഇവിടെ വളർത്തുന്നത്. ഈ ഫാമിൽ തന്നെ ബ്രീഡ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. ഈ ഫിഷിനെയൊക്കെ ബ്രീഡ് ചെയ്തിട്ട് അതൊരു സാമാന്യ വലിപ്പമാകുമ്പം അവർ ഈ പോണ്ടിൽ കൊണ്ടുവന്നിടും. അപ്പോൾ ആളുകൾക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഫിഷ് ചെയ്യാം. പിന്നെ ഫിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഫിഷിനെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരതിനെ ക്ലീൻ ചെയ്ത് തരും. ക്ലീൻ ചെയ്ത ഫിഷിനെ നമുക്ക് ഇവിടെ തന്നെ കുക്ക് ചെയ്ത് നമുക്ക് എങ്ങനെയാണോ കുക്ക് ചെയ്യേണ്ടത് ആ രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെ ഒരു ഫുൾ I love fishing, Daddy. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് റെയിൻബോ ട്രൗട്ട് എന്ന് പറഞ്ഞൊരു ഫിഷാണ്. ഏകദേശം 2 കിലോയോളം തൂക്കം വരും ഇതിന്. ഞങ്ങൾ പിടിച്ച 2 മീനുകളാണിത്. ഞങ്ങളിനി ഇതിനിവിടെ കുക്ക് ചെയ്യാൻ പോവാണ്. Yeah, so we're going to take out all the yucky bits that you don't want to eat. That's pretty cool. നമ്മളിപ്പോൾ പിടിച്ച 2 ഫിഷിനെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി പോവാണ്. പിടിച്ച 1 ട്രൗട്ടും 1 സാൽമണും. ബാർബിക്യൂ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ജസ്റ്റ് ലെമണും സോൾട്ടും പെപ്പറും പിന്നെ ഒലിവ് ഓയിലും ആണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് ഫോയിലിൽ പൊതിഞ്ഞിട്ട് ഗ്രില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ബാർബിക്യൂൽ വെക്കാനായിട്ട് നമ്മുടെ ചൗട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാൽമൺ റെഡിയാക്കാം. നമ്മുടെ സാൽമണാണ്. സാൽമണിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ ഉള്ളിലേക്ക് കയറ്റി വെക്കുക. 2-3 സ്ലൈസ്. ഓക്കെ, അത് കയറ്റി നമുക്ക് അതിനകത്ത് കുറച്ച് പെപ്പർ ഇടാം. ഇനി കുറച്ച് സോൾട്ട് ഇടണം. നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കാം. തേച്ച് പിടിപ്പിക്കുക. നമുക്ക് ഫോയിലിൽ റാപ്പ് ചെയ്തിട്ട് വെക്കാം. നമ്മുടെ ഫിഷ് ബാർബിക്യൂവിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ്സ് ബാർബിക്യൂവിൽ ഇരുന്നാൽ മതി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഫിഷ് ഒന്ന് മറച്ചിടുക. അങ്ങനെ 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് റെഡിയാവും. മെൽബൺ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 hours ഡ്രൈവേ ഉള്ളൂ ബക്സ്റ്റണിലേക്ക്. ജസ്റ്റ് ഓരോ ഓഫൊക്കെ കിട്ടുമ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് മീനിനൊക്കെ പിടിച്ച് ഇവിടെ ലഞ്ചൊക്കെ ഉണ്ടാക്കി ജസ്റ്റ് ചിപ്സൊക്കെ ഉണ്ടാക്കി ഒരു ദിവസം ഫുൾ അടിച്ച് വിളിച്ച് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. പ്രത്യേകിച്ച് പിള്ളേർക്ക്. നമ്മുടെ ഫിഷ് റെഡി ആയിട്ട് നമുക്കൊന്ന് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിനി ഇതിൻ്റെ ബോണും സ്കിന്നും എൻ്റെ ഹെഡും എല്ലാം മാറ്റിയിട്ട് ഫ്ലഷ് മാത്രം മാറ്റിയെടുത്ത് നമ്മൾ കഴിക്കാൻ പോവാണ്. ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് റെഡി. ഞങ്ങൾ തന്നെ ഫിഷിനെ പിടിച്ച് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്.